ഹായ് ഓൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മള് ഒരു ഇന്റേൺഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അതിന്റെ മെസ്സേജസ് അയക്കുന്നുണ്ട്. നിങ്ങൾ ഡിഗ്രി ലെവലില് ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും മസ്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങളുടെ സിലബസിൽ ഉണ്ട്, നിർബന്ധമാക്കപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം മറ്റു യൂണിവേഴ്സിറ്റികളൊക്കെ ഡിഗ്രി ലെവലിൽ നിർബന്ധമാക്കി. പക്ഷേ സൈക്കോളജി ആഗ്രഹിച്ചാണ് എടുക്കുന്നത്, സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തേ മതിയാവും. കാരണം ഒരു പേഷ്യന്റ് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക, ഓരോ രോഗങ്ങളും നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക, ഓരോ രോഗത്തിന് എങ്ങനെയാണ് നമ്മൾ തെറാപ്പി കൊടുക്കുക, ഏതൊക്കെ തെറാപ്പീസ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു 13ഓളം പേജ് വരുന്ന കേസ് ഹിസ്റ്ററി ഫോം ഉണ്ട്. ഓരോ പേഷ്യന്റിന് നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ ഫില്ല് ചെയ്താൽ മാത്രം പോലെ സൂക്ഷിച്ചെടുത്തു വെക്കുകയും കോടതിയോ പോലീസോ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ഒരു സൈക്യാട്രിക് ചീട്ട്, അതായത് പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുക, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഏറ്റവും ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത് ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പേഷ്യൻസിനെ, റിയൽ പേഷ്യൻസിനെ പോയി കാണാം. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഓഫ്ലൈൻ എപ്പോഴും ഓഫ്ലൈൻ ആണല്ലോ. ഇനിയിപ്പൊ അതിന് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പലരും പറയുന്ന കൊച്ചുങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദൂരമാണ്, ഞങ്ങളിവിടെ കോഴിക്കോടല്ലേ, ഇത്ര ദൂരമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങളിതാ ഈ വെള്ളിയാഴ്ച മുതൽ, അതായത് ഇന്നിപ്പോ ബുധനാഴ്ചയാണ്, നാളെയല്ല മറ്റന്നാൾ മുതൽ നമ്മള് ഓൺലൈൻ ആയിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 75 മണിക്കൂറാണ് ഇന്റേൺഷിപ്പ് നമ്മൾ കൊടുക്കുന്നത്. 2500 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിന്റെ റെക്കോർഡിങ്സും മെറ്റീരിയൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് ഇന്നും നാളെ ആയിട്ട് തന്നെ അഡ്മിഷൻ. കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, കാരണം വർക്കൊക്കെ ഉണ്ടാവും, ചെറിയ കുഞ്ഞു വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന്റെ കേസ് ഹിസ്റ്ററി തന്നിട്ട് നിങ്ങളോട് അതിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാൻ പറയും. ഒരു പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ട് നിങ്ങളോട് മാറ്റി എഴുതാൻ പറയും. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് വർക്ക്. അറ്റ്ലീസ്റ്റ് സൈക്കോളജിയാണ് പഠിക്കുന്നത് അറിയുമ്പോൾ ഒരു പേഷ്യന്റ് വന്നാൽ എന്താ ചെയ്യേണ്ടതെങ്കിലും നമുക്ക് അറിയണ്ടേ, ചെയ്തിട്ടില്ലെങ്കിൽ അറിയണ്ടേ ഇത് ഇന്നതൊക്കെ ആണ്. PG കഴിഞ്ഞാലാണ് പേഷ്യന്റ് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഡിഗ്രി ലെവൽ അത് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കണം. ആൻഡ് ഐ എം വെരി ഹാപ്പി. 10-15 സീറ്റ് ഓൾറെഡി ഫില്ലാണ്. നമ്മൾ 25 സീറ്റാണ് വിചാരിച്ചിട്ടുള്ളത്. 10-15 സീറ്റ് ഓൾറെഡി ഫില്ലാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വരാം. ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സിലബസ് പഠിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ് മാത്രമല്ല ഉണ്ടായിരിക്കുക, എന്റെ ക്ലാസ് ഉണ്ടായിരിക്കും, ബിഹേവിയറൽ തെറാപ്പിസ്റ്റിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും, ഫാമിലി തെറാപ്പി ഞാൻ പഠിപ്പിക്കും, ഫാമിലി തെറാപ്പിയുടെ ലോ പഠിപ്പിക്കുക നിങ്ങളെ ഒരു വക്കീല് വന്നിട്ടാണ്. അതുപോലെ സൈക്കോളജിസ്റ്റ് മൈത്രയുടെ ക്ലാസ് ഉണ്ടായിരിക്കും, സൈക്കോളജിസ്റ്റ് ആശ്മിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. 6 പേരുടെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. പല ടോപ്പിക്സിലാണ് അത് ഉണ്ടായിരിക്കുക. ഞങ്ങൾക്ക് ഒരു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 75 hours ആണ്. 30 ദിവസത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ 30 ദിവസം കൂടെ തീരുമെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ചില ദിവസങ്ങളും 1-2 മണിക്കൂർ എടുക്കും, ചില ദിവസം അത് അരമണിക്കൂർ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓൺലൈൻ മോഡ്. 75 hours ആണ് നമ്മൾ കണക്കാക്കാൻ വേണ്ടി പോകുന്നത്. വെറും 2500 രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് നിങ്ങളിപ്പം എബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ ഉള്ള എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്നവർ എപ്പോഴെങ്കിലൊക്കെ വന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ഡീൽ ചെയ്യണമെന്നാണെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കി തരുന്നതാണ്. പക്ഷെ കോഴിക്കോട് വരണം, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരണം. അങ്ങനെയാണെങ്കിൽ പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ, കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കി തരുന്നതാണ്. അപ്പൊ മാക്സിമം ഓഫ്ലൈൻ ചെയ്യാൻ തന്നെ 1 മന്ത്, ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ഉണ്ട്, 1 മന്ത് ഓഫ്ലൈൻ ചെയ്യാൻ തന്നെ നോക്കുക. ഓഫ്ലൈൻ ഒട്ടും പറ്റില്ല, കുട്ടികളുണ്ട്, പ്രാരാബ്ദമുണ്ട്, അതൊക്കെ ഇട്ട് വരാൻ പറ്റില്ല എന്നുള്ളവർക്ക് ജസ്റ്റ് ഗോ ഫോർ ഓൺലൈൻ ഇന്റേൺഷിപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സബ്ജക്റ്റ് ആണല്ലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് സംസാരിച്ചു ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടില്. നമുക്കൊരു റീക്യാപ്പ് നോക്കാം. അവിടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് നമ്മൾ നോക്കി. അതുപോലെ തന്നെ അതിൽ തന്നെ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്, എപ്പിസ്റ്റമോളജി എന്താണ്, റാഷണലിസം എന്താണ്, ഏർലി നേറ്റിവിസം എന്താണ്, അതുപോലെ വാട്സൺ, സിഗ്മണ്ട് ഫ്രോയിഡിനെ ഒക്കെ നോക്കി. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്. ഇത് ജസ്റ്റ് ഈ ഒരു ലെസൺ ബാഗായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓരോ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടന്റ് ആന്റിസിഡൻസിനെ വിശദമായിട്ടാണ് നമ്മൾ ഓരോ പാഠത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ the traditional approach to history involves an objective account of past happened. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്?
പാസ്റ്റ് നടന്ന കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെ? ഹിസ്റ്റോറിയൻസ് യൂസ് സ്ട്രക്ചർ ഓർ മോഡൽസ് ടു അനലൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പാസ്റ്റ് ഇവന്റ്സ്. പണ്ടത്തെ കഥകളും സ്ട്രക്ചറും മോഡലും ഒക്കെ നോക്കിയിട്ട് പാസ്റ്റ് എന്ത് നടന്നു, അല്ലെ? ഗുഹാ ചിത്രങ്ങൾ നോക്കിയിട്ടും ഹാരപ്പോ മോഹൻജദാരോ, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ, മോഹൻജദാരോ സിവിലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? Such as the great man and the Zygist model. Great manഉം Zygist model പോലെയുള്ള മോഡലുകൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പണ്ട് എന്തായിരുന്നു നടന്നിട്ടുണ്ടെന്ന് പറയാറ്. The great man model attribute historical change to the extraordinary talents and effort to great individuals. The Zygist model attribute historical changes to momentum or historical forces, and it suggests that the cultural and the social forces play a role in the development of new paradigm in science. But രണ്ട് മോഡൽ എന്ന് പറയുന്നത് ഒന്ന് ഗ്രേറ്റ് മാൻ ആണ്. ഗ്രേറ്റ് മാൻ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ മോഡൽസിനെ വെച്ചിട്ടാണ്. ഗ്രേറ്റ് മാൻ മോഡൽ ഹിസ്റ്റോറിക്കൽ എക്സ്ട്രാ ഓർഡിനറി. ഇപ്പൊ നമുക്ക് സൈക്കോളജിയിലാണ് നമ്മൾ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ്, ഹിപ്പോക്രേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അന്ത ആളുകൾ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് മാനിലൂടെ എന്ത് നോക്കുന്നത്, നമ്മള് ഹിസ്റ്ററി നോക്കുന്നത്. അത് ഗ്രേറ്റ് മാൻ മോഡൽ എന്ന് പറയുന്നത്, നമ്മൾ ഗ്രേറ്റ് മാൻ മോഡൽ എന്താ നോക്കുക, ഒരു വ്യക്തിത്വം, ഒരു പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ കോൺട്രിബ്യൂഷനിലൂടെ പാസ്റ്റിനെ അനലൈസ് ചെയ്യുകയാണ്. ഇനി സൈഗസ്റ്റ് മോഡലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചരിത്രം വിലയിരുത്തുക, അന്നേരം ഉണ്ടാക്കിയിട്ടുള്ള സ്കൾപ്ചേഴ്സ്, അതേപോലെ ഗുഹാചിത്രങ്ങള്, അന്നേരം ഉണ്ടാക്കിയിട്ടുള്ള തോലുകള്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. Kahan believes that the scientific fields like physics, chemistry, and biology have a guiding framework called a paradigm. കേട്ടോ, ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ എന്തുണ്ട്, ഒരു ഗൈഡിങ് ഫ്രെയിംവർക്ക് എങ്ങനെയുണ്ട്. ഒരു കോശത്തിന് സെൽ വാൾ ഉണ്ട്, അതിൽ ന്യൂക്ലിയസ് ഉണ്ട്. വെറുതെ പറഞ്ഞല്ല, മൈക്രോസ്കോപ്പിലൂടെ അത് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞാണ്. പക്ഷേ however, psychology is not yet at the stage and it is considered to be pre-paradigmatic state. ശരിക്കും സൈക്കോളജി ഒരു പ്രീ പാരാഡിഗ്മാറ്റിക് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഒരു ആധികാരികമായിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റേജിലല്ല സൈക്കോളജി. ഗ്രീക്ക് അല്ലെങ്കിൽ ഏൻഷ്യൻ പീരീഡ് എടുത്ത് പറയുന്നു. കാരണം സയൻസ് എങ്ങനെയാണ്, കറക്റ്റ് ഗ്രേറ്റ് മാനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു മോഡൽ അല്ലെങ്കിൽ എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ആധികാരികത ഉണ്ട്, പക്ഷെ ഒരിക്കലും സൈക്കോളജി ഇല്ല. സൈക്കോളജി എന്താണ്, പ്രീ പാരാഡിഗ്മാറ്റിക് സ്റ്റേറ്റിലാണ്. The term paradigm has multiple meaning according to him. എന്താണ് paradigm? ഇതിന് മൾട്ടിപ്പിൾ മീനിങ് ഉണ്ടെന്നാണ് കാഹൻ പറഞ്ഞിരിക്കുന്നത്. And is not strictly limited to his original definition. In contemporary scholarship, it refers to any framework or system of thought about human nature. Nature നെ പറ്റി ഒരു തോട്ടിനെ പറ്റി ഫ്രെയിംവർക്ക് പറയാം, അല്ലെ? ഇപ്പൊ നമുക്കൊരു സെൽ എന്താണെന്ന് ചോദിച്ചാൽ, പ്ലാന്റ്സിനും ആനിമൽസിനും സെൽസ് ഉണ്ട്, അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ DNA ഉണ്ട്, ക്രോമസോം ഉണ്ട്, ഇതൊക്കെ പറയാം. അതൊരു പാരാഡിമാണ്. എന്ന് വെച്ചാൽ ഒരു refer to a framework or system thought about human nature. Human nature നെ പറ്റി ഒരു സിസ്റ്റം ഓഫ് തോട്ട് അത് ആധികാരികമായിട്ട് കൊണ്ടുവരുന്നതിനെയാണ് പാരാഡിം എന്ന് പറയുന്നത്. സൈക്കോളജി പ്രീ പാരാഡിമിക് സ്റ്റേജിലാണ്. അങ്ങനെ ആധികാരികമായിട്ട് പറയും മൈൻഡിനെ പറ്റിയിട്ടാണല്ലോ, നമുക്ക് പറ്റില്ല. ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് such as structuralism, functionalism, behaviorism, psychoanalysis, gestalt can be seen as an example of paradigm of psychology. ഇനി നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ സ്ട്രക്ചറലിസം, ഫങ്ഷൻസും, ബിഹേവിയറിസം, സൈക്കോളജിയും ഗെസ്റ്റാൾട്ട് ഒക്കെ സൈക്കോളജിയുടെ പാരാഡിം ആണെന്ന് പറയാം. പക്ഷെ അത് വലിയൊരു ആധികാരികത ഉണ്ടെന്ന് വെച്ചാൽ ഡ്രീമിലൂടെ ഒരു മനുഷ്യന്റെ അൺകോൺഷ്യസിലേക്ക് എത്താമെന്ന്. ആ അൺകോൺഷ്യസ് കാരണമാണ് അയാൾക്ക് രോഗം ഉണ്ടാക്കുന്നതൊക്കെ വാഗോണ്ട് പറഞ്ഞതാണ് ഫ്രോയിഡ്. അതായത് എംപിരിക്കലി തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ലാബിൽ കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പ്രീ പാരാഡിമിക് സ്റ്റേജിലാണ്. അതായത് സൈക്കോളജി അങ്ങനെ അങ്ങോട്ട് മനുഷ്യന്റെ മനസ്സാണ്, അങ്ങനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി റിവീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോളിഗ്രാഫിലൂടെ അല്ലെങ്കിൽ നുണ പരിശോധന എന്നൊക്കെ പറയുന്നുണ്ട്. ആ നുണ പരിശോധന എന്ന് മനുഷ്യൻ പറയുമ്പോൾ കള്ളത്തരമാണെങ്കിൽ അയാളുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന. പക്ഷെ എന്തുകൊണ്ട് പോളിഗ്രാഫർ തെളിവായിട്ട് കോടതി അംഗീകരിക്കുന്നില്ല? ഒരാൾ പേടിച്ചാലും അയാൾ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അയാൾക്ക് പേടി വന്നത്. പോലീസിന് നല്ല പേടിയുള്ള ഒരാളാണ്, പോലീസിനോട് ഫോബിയുള്ള ഒരാളാണ്. ആ പോലീസുകാരെ ചോദിച്ചാൽ ഈ കള്ളത്തരം പറയുന്നതിന് അതേ ആക്ഷൻസ് ചിലപ്പോൾ ആര് കൊടുക്കാം, ഈ പേടിയുള്ള ആള് കൊടുക്കാം. അതൊന്നും വേർതിരിച്ച് കണ്ടെത്താൻ ഇതുവരെ സൈക്കോളജിക്ക് പറ്റിയിട്ടില്ല.
Looking at psychology through the lens of Kahan's paradigm concept helps connect psychological thought with historical, political, socio-cultural and ideological influence. ഇനി സൈക്കോളജി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ സൈക്കോളജിന്റെ ഒരു പാരാഡിം എന്നൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ മുതൽ ആവേസേന, ഹിപ്പോക്രൈറ്റ്സ് മുതലുള്ളവർ നമ്മളുണ്ട്. അവിടെ പൊളിറ്റിക്കൽ, സോഷ്യോ കൾച്ചർ, ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സൈക്കോളജിയുടെ പാരാഡിം സൃഷ്ടിക്കുന്നത്. അത് 100% ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. The history of scientific thought, when viewed through the Zagist approach, consider philosophical system within their historical context, and this approach allows exploration of psychological thought in non-Western cultural context. അവിടെ വലിയ കാര്യം കേട്ടോ. അതായത് സൈക്കോളജിയുടെ ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം അവിടെ വെസ്റ്റേൺസിന്റെ മാത്രമല്ല, വെസ്റ്റേണേഴ്സ് ആണ് കേട്ടോ സൈക്കോളജി ഇത്ര എത്തിച്ച വെസ്റ്റേണേഴ്സ് ആണ്, അത് ആധികാരികമായിട്ട് തന്നെ പറയണം. പക്ഷേ വെസ്റ്റേൺസിന്റെ കണ്ണിലൂടെ മാത്രമല്ല സൈക്കോളജിയെ പറയും. നമുക്ക് അഭിമാനത്തോട് കൂടെ പറയാം, ഇന്ത്യ അതിലൊരു കോൺട്രിബ്യൂട്ടർ ആണ്. കാരണം ഇന്ത്യയുടെ, അതായത് നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, നോൺ വെസ്റ്റേൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് സൈക്കോളജിയുടെ ഹിസ്റ്ററിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സൂഫിസം, ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, ഇതൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഹിന്ദുയിസം ഒന്നും അല്ല കേട്ടോ, പ്യോർ ഹിന്ദുയിക് കൾച്ചർ. ഇതൊക്കെ സൈക്കോളജിനെ, എസ്പെഷ്യലി യോഗ സൈക്കോളജി എന്നൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈക്കോളജിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ വെറും വെസ്റ്റേണേഴ്സിന്റെ കണ്ണിൽ കൂടെ മാത്രമല്ല, നോൺ വെസ്റ്റേൺ ട്രഡീഷനിൽ കൂടി സൈക്കോളജിയിലേക്ക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Western societies, due to their emphasis on empiricism and individualism, have propagated a narrow view of science, including psychology, and imposed it on non-Western society through political power and colonization. എന്താണ് ഇൻഡിവിജ്വലിസവും അതുപോലെ കണക്ടിവിസവും? അത് എനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് നമ്മളൊരു കണക്റ്റീവ് സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ കണക്ടിവിസ്റ്റ് സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഇപ്പൊ വെസ്റ്റേൺസിലൊക്കെ ആണെങ്കിൽ അവർ 18 വയസ്സായ മക്കളെ അങ്ങോട്ട് ഇറക്കി വിടും. പോവാതിരിക്കുന്നതാണ് ബുദ്ധിമുട്ടാണ്. അതായത് 18 വയസ്സായാലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തമായി ജോലി ചെയ്ത്, സ്വന്തമായി അധ്വാനിച്ച്, സ്വന്തമായി പഠിച്ച്, സ്വന്തം പാർട്ട്ണർ ഒരുമിച്ച് കണ്ടെത്തി അവർ ഒരുമിച്ച് ജീവിച്ച്, അവർക്ക് വേണമെന്നൊന്നും കല്യാണം കഴിക്കാൻ അവർ കൊടുക്കുന്നത് ഡാഡ് ദിസ് ഇസ് മൈ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഡാഡ് ദിസ് മൈ ബോയ്ഫ്രണ്ട്, വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്നേ പറയത്തുള്ളൂ. മിക്കവാറും കേസില് സോഷ്യൽ മീഡിയയിലൂടെ വേറെ ആരെങ്കിലും മോൾ എൻഗേജ് ആയിട്ടെന്നുള്ള അറിയാം. നമ്മളത് കണക്ടിവിസ്റ്റിക് സൊസൈറ്റിയാണ്. നമുക്ക് ആളുകൾ എന്ത് പറയുന്ന, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന ആദ്യം കാരണവന്മാര് പോയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. പെണ്ണ് ചിലപ്പോൾ ചെക്കനെ കാണുക പോലും. ഇപ്പൊ വെസ്റ്റേൺ സൊസൈറ്റി അവർ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം എംബരിസിസമാണ്. അവരെല്ലാം പരീക്ഷിച്ച് വിജയിച്ചിട്ടേ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ നാരോ വ്യൂ ഓഫ് സയൻസ്, ഒരുമാതിരി പെർഫെക്ഷനിസ്റ്റ് ആണ് അവരുടെ സയൻസിൽ വരാനുള്ളത്. അത് സൈക്കോളജിയിലുണ്ട്. എന്നിട്ട് ഈ നോൺ വെസ്റ്റേൺസ് ആയിട്ടുള്ള നമ്മളിലും അത് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈക്കോളജി എന്താന്ന് വെച്ചാൽ ബബ പഠിക്കും നമ്മള്. ഇപ്പോഴും കൾച്ചർ, ഇപ്പൊ കേരളത്തിന്റെ കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള സൈക്കോളജി വന്നു വെച്ചാൽ ഞാൻ പറയില്ല, എന്റെ അറിവിലില്ല, എനിക്ക് പറയാട്ടോ. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, ഞാനിപ്പോ നിങ്ങൾക്ക് നമ്മളെ കുട്ടികൾക്ക് ഞാൻ ആപ്പില് അസൈൻമെന്റ് എഴുതാൻ എല്ലാ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്ക് അതിലുണ്ടോ? ഇല്ല. വെസ്റ്റേണേഴ്സ് ആണ് നമ്മളെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അവരുടെ പൊളിറ്റിക്കൽ പവറിലൂടെ. Modern Western psychology has been exported non-Western societies as a supposed universal psychology. Scholars in non-Western countries, often trained in the West, have adopted the propagated Western psychology despite the existence of sophisticated philosophical thought in their own culture. ഇനി ഇവിടുന്ന് ഒരു സൈക്കോളജിസ്റ്റ് പോകണമെങ്കിൽ അവനും പോയിട്ട് വെസ്റ്റേണത്തെ സാധനമാണ് ഇമ്പോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഗിരിശങ്കർ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ NN സെൻഗുപ്ത, അവരൊക്കെ വെസ്റ്റേണേഴ്സിന്റെ അടുത്ത് പോയി പഠിച്ചതെന്ന്. അവര് മന്ദൂരയുടെ അടുത്തുനിന്നും ഫ്രോയിഡിന്റെ അടുത്തൊക്കെ പോയി പഠിച്ചു വന്നവരാണ് ഇവിടെ എത്തിയിട്ട് പിന്നെ എന്താക്കുന്നത് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചർ ഓറിയന്റഡ് ആയിട്ട് ഇവിടുത്തെ സൈക്കോളജി പഠിക്കാൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. Therefore, a distinction should be made between non-Western psychology originating in non-Western society and psychology practiced by scholars of non-Western psychology that reflects Western psychological concepts.
അതുകൊണ്ട് തന്നെ 2 ഡിസ്റ്റിങ്ഷൻ ഉണ്ട് സൈക്കോളജിയുടെ ഹിസ്റ്ററിയിൽ. ഒന്ന് നോൺ വെസ്റ്റേൺ, അതായത് സൈക്കോളജി മൊത്തം ഉത്ഭവിച്ചതൊക്കെ വെസ്റ്റേൺ തന്നെയാണ്. അതന്നെ നമ്മൾ ഇപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാൾ റോജർ ആണ് ഹ്യൂമനിസം. ഇവിടെ ഒരു സ്കൂൾ ഓഫ് തോട്ട് പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അമേരിക്ക മാത്രമൊന്നുമല്ല കേട്ടോ. യെസ്, ഓരോരുത്തരും ഓരോന്ന് പഠിക്കും, പക്ഷെ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഡെവലപ്പ്. ഇപ്പൊ വൂണ്ട് ജർമ്മനിയിലാണ്. വൂണ്ടിന്റെ അടുത്ത് പോയിട്ടാണ് നമ്മുടെ സ്റ്റാൻലി ഹാള്, APയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സ്റ്റാൻലി ഹാള് വൂണ്ടിന്റെ ഡിസിപ്ലിൻ ആയിരുന്നു. വൂണ്ടിന്റെ അടുത്ത് ജർമ്മനി പോയിട്ട് കുറച്ച് പഠിച്ചിട്ട് അതുമായിട്ട് അമേരിക്കയിൽ വന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ എത്ര പേര്. ഇപ്പൊ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്ക, ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പും അമേരിക്കയും മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പലതും. ഇപ്പൊ ഒരിക്കലും ഒരു വെസ്റ്റേണർ അല്ല ആര്, വിയന്നയിലായിരുന്നു ഫ്രോയിഡ്. അവിടെ നിന്നൊക്കെ സ്കോളേഴ്സ് പോയിട്ട് പഠിച്ച് അമേരിക്കയിൽ കൊണ്ട് നമ്മൾ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും USA അല്ലെങ്കിൽ യൂറോപ്പോ അല്ല, പല വെസ്റ്റേൺ കൺട്രീസും അവിടെ നിന്ന് പല തിയറീസും ഉണ്ടാവും. അതൊക്കെ നോൺ വെസ്റ്റേണേഴ്സ് പോയിട്ട് അവിടെ നിന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് ഇമ്പോസ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടുത്തെ കൾച്ചറിൽ ഉതകുന്ന ഒരു സാധനങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കില്ല. ഇന്നും എക്സ്പ്ലോറേഷൻ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. സോ ആ ഒരു വ്യത്യാസം ചരിത്രത്തില് ഉണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്ലാനിൽ ഫസ്റ്റ് കൊടുക്കുന്നത് മൈൻഡ് ക്ലിയർ ആവാൻ രാവിലെയും വൈകുന്നേരം 5 മിനിറ്റ് പ്രാണായാമ ചെയ്യാനാണ്. അത് യോഗയിലൊരു ടെക്നിക്കാണ്, ബ്രീത്തിങ് ടെക്നിക്. 8 ആസനയില് 4ാമത്തത് യമ നിയമ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ അന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് പ്രാണായാമ, പ്രത്യാഹാര, ധ്യാന, ധാരണ, സമാധി, 8 ഉണ്ട്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി, അങ്ങനെ 8 കിട്ടി പേരുണ്ട്. അതിൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരണ ധാരണ ധ്യാന, അതിലൊരു ഡൗട്ട് ഉണ്ടാവും, ഒന്ന് ധ്യാനാണോ ധാരണാണോ അങ്ങോട്ട് സമാധി. 8 ഒരെണ്ണമാണ് എന്ത്, പ്രാണായാമ. ഇസ്മയിൽക്ക് എന്തോ പറയുന്നുണ്ടോ? ഈ യോഗ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ, അതിനെ കുറിച്ച് ധാരാളം നെഗറ്റീവ് ചിന്തകൾ. അത് ഇസ്മയിൽക്ക് നമുക്ക് റിയൽ യോഗ എന്താണ്, മൈൻഡ്ഫുൾനെസ്സിൽ വരുന്ന യോഗ എന്താണെന്നുള്ളത് നമ്മളെ ഈ യോഗ ആസന പോസ്റ്റേഴ്സിലാണ് നമ്മളെ യോഗ എന്താ, കുറെ ആസനാസ് ഉണ്ട്. വളരെ കുറച്ച് ആസനങ്ങളെ യോഗന്റെ യഥാർത്ഥമുള്ളൂ, ബാക്കിയൊക്കെ കോപ്പി അടിച്ചതാണ്. അതായത് മൈസൂർ രാജകുടുംബം ഡെവലപ്പ് ചെയ്ത. അതെ, അത് വളരെ നല്ലൊരു പോയിന്റാ. കാരണം ഈ യമയും നിയമയും അറിയുന്ന ആൾക്ക് മാത്രമേ ആസന ചെയ്യാൻ പറ്റുള്ളൂ എന്നാ. ഈ യമ നിയമ എന്ന് പറയുമ്പോ യമയും നിയമം, അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം. യമ നിയമ ബാക്കി മാസ്റ്ററില് അക്രോബാറ്റിക്സ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു പരിപാടി. പക്ഷെ പ്രാണായാമം ഒരു മൂക്കിട്ട് മറ്റേ മൂക്കിൽ കൂടി ശ്വാസം വിടുന്നത്, ഇത് രണ്ടും ചെല്ലുന്നത് ഒരേ ലെൻസിലേക്കാണ്. എന്ത് പ്രത്യേകത ഉണ്ടെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ഞങ്ങളിതൊരു കോഴിക്കോട് അവിടെയാണ് ഇസ്മായിൽക്ക ഈ പ്രാണായാമനാണ് ഇപ്പൊ ഇസ്മായിൽക്ക പറഞ്ഞത്. ആ പ്രാണായാമം ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇവിടെ ശ്വാസം വിടുന്നതിലെല്ലാം അതാണ് നമുക്ക് അറിയില്ല യോഗ എന്താന്ന്. ഈ ശ്വാസം വിടുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് കാം ആവുന്നുണ്ട്. ആ 5 മിനിറ്റ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒരു കാം സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അത് നമ്മൾ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അവിടെയും യമയും നിയമയും അനുസരിക്കാത്തവന് ആസന ചെയ്യാൻ പറ്റില്ല. ആസനം കഴിഞ്ഞ് അങ്ങനെയാണ് അത് പോകുന്നത്. ഇതിൽ നമ്മൾ അറിയുന്ന യോഗ എന്താണ്, കുറെ പോസ്റ്റേഴ്സ് ആസനയാണ്. ഇപ്പൊ പിന്നെ ശവാസന, പിന്നെ ഗരുഡാസന, അങ്ങനെയൊക്കെ പറഞ്ഞു. അതല്ല യോഗ. ഈ 8 ഇല്ല. യഥാർത്ഥ യോഗയിൽ പറയുന്നത്, യമ നിയമയിൽ പറയുന്നത് നമ്മളെ ശരീരം ശ്രദ്ധിക്കണം, നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കണം, നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം. അതാണ് യമ നിയമയിൽ വരുന്നത്. അവർക്ക് ആ യമയും നിയമയും പാലിച്ച ആൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആസന ചെയ്യാൻ പറ്റുന്നത്. അതും കഴിഞ്ഞിട്ടാണ് പ്രാണായാമ പ്രത്യാഹാര. ഈ സമാധി എന്ന് പറയുന്നത് ഇപ്പൊ കേട്ട സമാധി അല്ല, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ശരിക്കും സമാധി. നമ്മളിലേക്ക് ഇറങ്ങി പോവാന്നുള്ളതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ശരിക്കും സമാധി. നമ്മളീ കേട്ടോണ്ടിരിക്കുന്ന യോഗയൊന്നും യോഗയേ അല്ല. അത് പഠിക്കാൻ ആരും റെഡിയാവുന്നില്ല. ഇഗ്നോർ തന്നെ ഒരു സബ്ജക്ട് ഉണ്ട്, യോഗ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വേണമെങ്കിൽ
അത് കംപ്ലീറ്റ് ചെയ്ത ആ യോഗയിൽ തന്നെ PhD ചെയ്തിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ സാർ ഉണ്ട്. നമ്മുടെ മൈത്രയുടെ ഫാദർ ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു സെഷൻ വെപ്പിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ജസ്റ്റ് എന്താണ് ഈ യമനിയമാസനം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ യോഗന്റെ വിമർശനം ഡോക്ടർ സി വാസുദേവ് പാലക്കാടുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കൂടി യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണാം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ. അതും കൂടി വെക്കുന്നതല്ലേ, രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കാം. ഇനിയിപ്പം നമ്മുടെ മുസ്ലിംസിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, ക്രിസ്ത്യൻസിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, ഇതിലെല്ലാം എന്തുണ്ട്? ഇതൊക്കെ ആരാധനയ്ക്ക് അപ്പുറത്ത് നമുക്ക് മൈൻഡ് ഓക്കെ ആക്കാനും അതുപോലെ ബോഡിക്ക് ഓക്കെ ആക്കാനും ഒക്കെ ഉള്ള. പക്ഷെ നമ്മൾ ഇതൊരു ഭയങ്കരമായിട്ടും ബോഡിനെ സ്ട്രെസ് ചെയ്യിപ്പിച്ച് ചെയ്യുമ്പോഴേ അതിനൊക്കെ പ്രശ്നം വരുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയായിട്ട് കാണുമ്പോൾ മാത്രമാണ്. ഇപ്പം ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് തൊഴുത്, അത് ഈവൺ ഒരു എയ്ത്തിസ്റ്റിനോ അല്ലെങ്കിൽ മതം അനുശാസിക്കാത്തവനോ ചെയ്യാം. പീസ് എടുക്കുക എന്നുള്ളത് അത് നമ്മൾ എന്താണോ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോ പലരും എന്നോട് മാം നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് എല്ലാ വൃത്തിയിട്ട ചിന്തകളും വരാം മനസ്സിലേക്ക്. പലരും പറഞ്ഞ അതെന്താണെന്നറിയോ, നമ്മൾ ആ സമയം ഫ്രീ ടൈം പോലെ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ എന്താ നമ്മൾ അന്നേരമാണ് എല്ലാം, അല്ലെങ്കിൽ പലരും തിരക്കിട്ടിട്ട് കളാവാണ്ടിരിക്കാൻ, അതായത് ഇത് ടൈം പോവാതിരിക്കാൻ തിരക്കിട്ടാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല ഇത്. വി ആർ ടോക്കിംഗ് ടു എ ഗോഡ്, അല്ലെങ്കിൽ ഗോഡ് വിട്, ഇപ്പം ഗോഡ് എന്നല്ല ഒരു ഇറ്റേണിറ്റിയോട് നമ്മൾ സംസാരിക്കുകയാണ്. അവിടെയാണ് ഈ സൂഫിസോ ബുദ്ധിസോ ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ സൂഫിസം പറയുകയാണെങ്കിൽ അവര് മുസ്ലിം ഒരു ഇസ്ലാമിക് കാറ്റഗറി തന്നെയാണ്. പക്ഷെ അവര് പടച്ചോനെ കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. അതായത് അള്ളാഹുവിനെ അവര് കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യണേ 2 മിനിറ്റ്. ഇപ്പൊ ഈ നോമ്പ് എടുക്കുന്നത് പറയാറുണ്ട്. ഇപ്പം നോമ്പാണ്, ഇപ്പൊ നോമ്പ് വരാൻ പോവാണല്ലേ, റമദാൻ നോമ്പ് വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതല്ല നോമ്പ്. നോമ്പിലാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. നമ്മള് നമ്മുടെ നാവിനെയും മനസ്സിനെയും ഒക്കെ ശുദ്ധിയാക്കാനും പല തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും കണ്ണിനെയും കാതിനെയും ഒക്കെ കൊട്ടിയടയ്ക്കാനും അങ്ങനെ പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഘടകം മാത്രമാണ് എന്ത്. ഇപ്പൊ ഒരു വ്യക്തിയോട് ആരോ ചോദിച്ചല്ലോ, അയാള് നോമ്പ് കാലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, നോമ്പില്ലല്ലേ? അപ്പൊ ആള് പറഞ്ഞു പോലും
എനിക്ക് നോമ്പുണ്ട്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? രാവിലെ തൊട്ട് രാത്രി വരെ ഭക്ഷണം കഴിക്കില്ല, ബാക്കി എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്യും. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? ആധികാരികതയുണ്ട്. അത് അറിയാതെ തന്നെ ചെയ്യുന്ന സമയത്താണ് യോഗ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പൊ പ്രാർത്ഥന ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതൊരു സ്പിരിച്വൽ ആയിട്ട് മാറുന്നത്. ഇപ്പൊ പറഞ്ഞു വന്നത് വെസ്റ്റേൺ ആൻഡ് ശരിക്കും പറഞ്ഞാല് വെസ്റ്റേൺ ആൻഡ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻ രണ്ടാണ്. കാരണം എല്ലാം വെസ്റ്റേൺ, അവരവരുടെ ഇൻഡിവിജ്വലിസവും അതുപോലെ തന്നെ നാരോ മൈൻഡും ആണ് ഇപ്പോഴും സൈക്കോളജിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് കൂടാതെ സൈക്കോളജിനെ അടുത്തറിയാൻ ഒരുപാട് ബുദ്ധിസം, നല്ലൊരു ഒരു പാറ്റേൺ ഓഫ് ലിവിംഗ് ആണ് ബുദ്ധിസം എന്ന് പറയുന്നത്. അതുപോലെ ജൈനിസം, അതുപോലെ യോഗ, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അതും സൈക്കോളജി തമ്മിലുള്ള കണക്ഷൻ അധികം ആരും അങ്ങ് ചൂഴ്ന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതാണ് ഒരു മെയിൻ ഡിസ്റ്റിങ്ഷൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഇപ്പോഴുള്ള എല്ലാം എന്താണ്? ഇപ്പം വേറെ ഏത് നാട്ടിലുള്ള നാട്ടുകാരനാണ് അവൻ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവൻ എവിടുന്ന് പഠിച്ചതാ? അവൻ ഇത് വെസ്റ്റേണിൽ നിന്ന് അറച്ചു വന്നു. ഒന്നെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു മെയിൻ സൈക്കോളജിസ്റ്റിന്റെ അണ്ടറിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സിലബസ് പോലും വെസ്റ്റേണേഴ്സിൽ നിന്ന് എടുത്തത് എല്ലാം വെസ്റ്റേൺ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്ത്യൻ പേര് റയർ ആയിട്ടല്ലാതെ നിങ്ങളുടെ പാഠഭാഗത്ത് കാണാൻ പറ്റും. സോ അവിടെ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നോൺ വെസ്റ്റേൺ ട്രഡീഷൻ പറയുകയാണെങ്കിൽ രണ്ട് മെയിൻ ഡിസ്റ്റിങ്ഷൻ ആണ് വരുന്നത്. ഒന്ന് ഇന്ത്യയും ഒന്ന് ചൈനയാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഇന്ത്യ ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഉണ്ട്. രണ്ടാമത്തത് ചൈനയാണ് വരുന്നത് കേട്ടോ. ലെറ്റ്സ് സീ. Non-Western philosophical and religious discourses are the reflections of human psychology and also related to various aspects of human life and society. Non-Western ആയിട്ടുള്ള ഫിലോസഫിക്കലും റിലീജിയസ് ഡിസ്കോഴ്സും ഹ്യൂമൻ സൈക്കോളജി ആയിട്ട് റിഫ്ലക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ല, യോഗ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, സുഫിസം ആയിക്കോട്ടെ, ബുദ്ധിസം, ഇതൊക്കെ സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ non-Western religious and philosophical system reflects some fundamental values which are different from those of the Western civilization values. പക്ഷെ നോൺ വെസ്റ്റേണും വെസ്റ്റേണും തമ്മില് കൾച്ചറിന്റെ കാര്യത്തില് അന്തരം ഉണ്ടായിരിക്കും തന്നെ. അതിലേക്ക് എല്ലാവരും ഇതിലങ്ങോട്ട് ഓക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ നിൽക്കണം. അതിലേക്ക് അങ്ങനെ ആരും ഇറങ്ങി പോവാൻ പറ്റില്ല. നമുക്ക് നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ആയിട്ട് രണ്ടെണ്ണമാണ്. ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. ഇന്ത്യ ഹാസ് ബീൻ ബർത്ത് പ്ലേസ് ഓഫ് സം ഇമ്പോർട്ടന്റ് റിലീജിയൻ. കുറെ റിലീജിയന്റെ ഈറ്റില്ലമാണ് ഇന്ത്യ. ഹിന്ദുയിസം ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ചൈനീസം ഉണ്ട്, സിഖിസം. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയതാണ്. Like every religion, the founders and deciders of the religions that have originated in Indian subcontinent have developed a system of philosophical thoughts to guide the life and conduct of humankind. എല്ലാ റിലീജിയനെ പോലെയും ഇവിടെ ഓരോ ഈ ഹിന്ദുസിലായാലും ബുദ്ധിസ്റ്റിലായാലും ജൈനിസ്റ്റിലൊക്കെ ആയിട്ട് ഹ്യൂമൻ കൈൻഡിന് വേണ്ടി മനുഷ്യർ നന്നായിട്ട് ജീവിക്കാനുള്ള കണ്ടന്റ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് പലതും നമുക്കുള്ള ആവശ്യത്തിനനുസരിച്ച് ചില മതപണ്ഡിതന്മാരൊന്നും പറയുന്നതായിട്ട് നമ്മൾ മതത്തിനൊരു ബന്ധം പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഒരു 10-70 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മ മണാലി പോയതിനെ പറ്റിയിട്ട് ഒരു പണ്ഡിതൻ വിമർശിച്ചു. അതിൽ തന്നെ എത്ര ആൾക്കാര് ഈ ലോകം നമുക്ക് കാണാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടാണ്. വിധവ വീട്ടിലിരിക്കേണ്ട, അതൊക്കെ ഹ്യൂമൻ കൈൻഡിന് എതിരാണ്. ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, ആ സ്ത്രീക്ക് എന്താ ലോകം ആസ്വദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? എന്നോട് ഇവിടെ വന്ന് ചില പേഷ്യൻസ് പറയും, ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വന്ന സ്ത്രീ ഉള്ളറകളിൽ ഇരിക്കേണ്ടവളാണ്, അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങളുടെ CBTയിൽ ഒരു സോക്രറ്റിക് ക്വസ്റ്റ്യൻ പോലെയാണ്. നിങ്ങൾ ജമൽ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? പലരും പറയില്ല, ചിലർ കേട്ടിട്ടുണ്ട്. ജമൽ യുദ്ധം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല, എനിക്ക് അറിയുന്ന വെച്ചാൽ വരാം. ആ യുദ്ധം ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹുവിന്റെ വിഭാഗവും മകൾ ഫാത്തിമ അലി റളിയല്ലാഹുവിന്റെ വിഭാഗവും തമ്മിൽ നടന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭാര്യ. ഒട്ടകപ്പുറത്തിരുന്നിട്ടാണ്. ഒട്ടകപ്പുറത്തിരുന്നിട്ട് അതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? നേതൃത്വം കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഞാൻ ചോദിക്കും, എവിടെയാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്ന സാധനത്തിന് പ്രസക്തി ഉള്ളത്? ഉള്ളറകളിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഉള്ളറകളിലാണ് ഇരിക്കണമെങ്കിൽ അന്ന് പോലും യുദ്ധം നയിക്കാൻ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിട്ട് ജമൽ യുദ്ധം ചരിത്രത്തിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ പോയിട്ട് റെഫർ ചെയ്യാം. ജമൽ യുദ്ധം പ്രോഫിറ്റിന്റെ ഡെത്തിന് ശേഷമാണ്. സോ നമ്മൾ എന്താക്കും, നമ്മൾ പൊട്ടും പൊളിയും വെച്ച് നമുക്കായിട്ട് ഒരു റിലീജിയൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതല്ല, എല്ലാ റിലീജിയനിലും എല്ലാ മതങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അതത് മനുഷ്യരാശിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശരി, നിങ്ങളുടെ ലോജിക്ക് അതുകൂടി നിങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നോക്കാം. ഒരു യാത്രകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വിധവ എന്റെ അടുത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ യാത്ര പോകുമെന്നാണ്. സൈക്കോളജി അതാ പറയുന്നത്. അവിടെ നാമം ജപിച്ച് ഞാനിപ്പോ ഏതെങ്കിലും അല്ലെങ്കിൽ സ്വലാത്തും ചൊല്ലി ഉള്ളവകളിൽ ഇരുന്നാൽ നമ്മൾ രോഗിയായി പോവും. ഞാൻ ചിലപ്പം പിന്നെ പല ഫാമിലി കേസും പറയും, അമ്മ ഭയങ്കര പ്രശ്നമാണ്, ഉമ്മ ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ ചോദിക്കുന്നു. ഉമ്മ ഇപ്പൊ എന്താ വെറുതെ ഇരിക്കുക? ഞാൻ പറഞ്ഞു, ചെയ്യരുത്, വെറുതെ ഇരുത്തരുത്. അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ്, ഉമ്മയ്ക്ക് ഒട്ടും വയ്യ, ഉമ്മ എന്താ, ഉമ്മ ഒന്നും ചെയ്യുന്നില്ല. എൻഗേജ് ആയാൽ മാത്രമേ, നമ്മൾ വെറുതെ ഇരിക്കുമ്പം നമുക്ക് പറ്റൂല കോപ്പ് ചെയ്യാൻ. എൻഗേജ് ആയാൽ മാത്രമേ നമുക്ക് ആ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് 10:30 മണിക്ക് വന്നതാണ്. ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ അതാ പറയാൻ വന്നത്. ഒന്ന് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ചോദിച്ചു. എനിക്ക് മരിച്ചെടുത്ത് പോണം. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിന്ന് 10:30 മണിക്ക് വന്നതാണ്. ഇന്ന് കുറച്ച് ഹെക്ടിക് ഡേ ആയിരുന്നു. ഇന്നലെ മരണ വീട്ടിലൊക്കെ പോകാണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 3 കേസ് ഓൾറെഡി എടുത്തു. 4ാമത്തെ കേസാണ്, അല്ല 2 കേസ് ഓൾറെഡി എടുത്തു, 3ാമത്തെ കേസാണ്. ഇതെന്റെ 4ാമത്തെ ക്ലാസ് ആണ്, ഓൺലൈൻ ക്ലാസ്. ഇന്റേൺഷിപ്പും ചെയ്തു. ബട്ട് നിങ്ങളോട് എനിക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയില്ല അത്രയും നേരം ഞാൻ ഇതിന്റെ അകത്ത് ഇരുന്നാണെന്നുള്ള ഫീൽ എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ചോദിക്കാണ്, തോന്നുന്നുണ്ടോ ഈ ഒരു? ഇല്ല മാം, മാം വളരെ ഫ്രഷ് ആയിട്ടായിരിക്കുന്നു. അതെ, ബിക്കോസ് ഐ ആം ഡൂയിങ് വാട്ട് ഐ ലൈക്ക്. ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിസിക്കലി ഞാൻ ഇച്ചിരി തളർന്നിരിക്കും. ഞാൻ ഇപ്പൊ മെഡിക്കേഷനിലൊക്കെയാണ്. ബട്ട് മെന്റലി ഇന്ന് ഈ സെഷൻ കഴിഞ്ഞാൽ വെരി ഓക്കെ, അടുത്ത കേസിനൊക്കെ ഞാൻ റെഡി ആവും. അതാണ് വേണ്ടത്. നമ്മൾ ഇഷ്ടമുള്ള ചെയ്യണം, ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മള് ഒന്നും അല്ലാണ്ടായി. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും പല ആളുകളും, മെയിൽ ഓർ ഫീമെയിൽ എന്തോ ആയിക്കോട്ടെ, മാറാത്ത കൈവേദന, മാറാത്ത നടുവേദന, അവരെല്ലാത്തൊരു ലൈഫ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന മനുഷ്യ ജന്മങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് പലരും, ചില സൊസൈറ്റി മതം പറഞ്ഞിട്ടായിരിക്കും, ചില സൊസൈറ്റി പൊളിറ്റിക്സ് പറഞ്ഞിട്ടായിരിക്കും, എങ്ങനെയോ അവരെ തളച്ചിടുകയാണ്. ആണായാലും പെണ്ണായാലും. ആണുങ്ങൾ കരയരുത് എന്ന് പറയാറുണ്ട്. കരച്ചിൽ വന്നാൽ കരയണം. ആണായാലും പെണ്ണായാലും ഏത് ഗണമായിക്കോട്ടെ, കരച്ചിൽ വന്നാൽ കരയണം. ആ കരയാതിരിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. അപ്പോ എല്ലാ മതവും ആയിക്കോട്ടെ അതിൻ്റെതായിട്ടുള്ള എവറി റിലീജിയൻ, ദ ഫൗണ്ടേഴ്സ് ആൻഡ് സേക്സ് ഓഫ് ദ റിലീജിയൻസ് ദാറ്റ് ഹാവ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, എല്ലാ പോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉണ്ടായി വന്ന റിലീജിയനും have developed a system of philosophical thoughts to guide in the life and conduct of humankind. മനുഷ്യർ നല്ലോണം ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ മനുഷ്യർ പുതകുന്ന പോലെ മാറ്റി മറിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഇസ്മായിൽക്ക് പറയില്ലേ, യോഗ നമുക്ക് റിയൽ യോഗ അറിയില്ല. ഈ പറഞ്ഞ എനിക്കും അറിയില്ല കേട്ടോ. 8 ആസനം. എന്റെ സാറ് യോഗയിൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് 8 ആസനം ഉണ്ട്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന് പറയുമ്പോൾ ഈ 8ഉം ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് റൈറ്റ് ഇഷ്യൂസിലേക്ക് വരുന്നത്. കമ്മിങ് ടു ബുദ്ധിസം, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള 8 നോബിൾ ഫോൾസ് ഉണ്ട്. അതില് റൈറ്റ് തിങ്കിങ്, റൈറ്റ്, അങ്ങനെ പലതുണ്ട്. ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതൊക്കെ ഫോളോ ചെയ്യുമ്പോഴാണ് അത് ബുദ്ധിസം ആകുന്നതും നമുക്ക് ആ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇറ്റേണൽ മൈൻഡ്ഫുൾനെസ്സും വരുന്നത്.
നമ്മൾ അതൊക്കെ നമ്മൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് അയ്യോ അതിലൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, അതിലൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ റൂട്ടിൽ നിന്നെല്ലാം ചെയ്യും. യോഗ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള എനിക്കറിയാം ആസനങ്ങളാണ് എന്നുള്ളത്. പിന്നെ ശവാസന, ഗരുഡാസന, കുടാസന, ശലഭാസന എന്നൊക്കെ കുറെ അതാണ് നിങ്ങൾക്കൊക്കെ യോഗ എന്നാണ് എന്റെ ധാരണ. അല്ല അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പരിധി എനിക്ക് അല്ല, ഈ നിയമം അനുസരിച്ചാണ് ആസനയിലേക്ക് പോകാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. Yamas are restraints or moral codes that guides interaction with the world. കണ്ടോ, മോറൽ കോഡ്സ് നമ്മൾ പാസ് ചെയ്യണം. ആരും ഉപദ്രവിക്കാൻ പറ്റില്ല, നമ്മൾ കളവ് ചെയ്യരുത്, അങ്ങനെയുള്ള. നിയമാസ് ആർ പേഴ്സണൽ ഒബ്സർവൻസ് ദാറ്റ് ഫോക്കസ് ഓൺ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് ഇൻഫ്ലുവൻസ്. സെൽഫ് ഡിസിപ്ലിൻ 5 മണിക്ക് എഴുന്നേൽക്കുക, നിത്യവും കുളിക്കുക, അങ്ങനത്തെ സെൽഫ് ഡിസിപ്ലിൻ ആണ് നിയമയിൽ വരുന്നത്. കേട്ടോ, യമാസ് ഇൻക്ലൂഡ് അഹിംസ, സത്യ, കേട്ടോ, നോൺ വയലൻസ്, സത്യ, ട്രൂത്ത്ഫുൾനെസ്, ആസ്തേയ, നോട്ട് സ്റ്റീലിംഗ്, ബ്രഹ്മചര്യ, മോഡറേഷൻ. ബ്രഹ്മചര്യ എന്ന് പറയുമ്പോൾ മോഡറേഷൻ ആണ്, അല്ലാണ്ട് സെക്സ് വർജിക്കുക എന്നുള്ളതൊന്നല്ല കേട്ടോ. അപരിഗ്രഹ, നോൺ പൊസസീവ്നെസ്, പൊസസീവ് അല്ലാതിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് യമയാവുന്നത്. അത് കഴിഞ്ഞ് നിയമയുണ്ട്. ഈ നിയമം പാലിക്കുന്നവരാണ് ആസനം ചെയ്യേണ്ടത്. അപ്പോഴാണ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിച്ചത്. നിയമോ ചെയ്യാണ്ട് കുറെ ആസനങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. കൂടുതൽ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയുന്ന പോലെ പറയും. പക്ഷെ എനിക്ക് സാറ് പഠിപ്പിച്ചപ്പോഴുണ്ട് നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധ്യാന, ധ്യാന, സമാധി. സമാധി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. അത് ഈ 7 ചെയ്താല് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എത്ര ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കാതെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ന് തീർക്കാന്നാണ് വിചാരിച്ചത്, ഇന്ന് തീർക്കുന്നില്ല. നാളെ ഒരു സെഷനും കൂടി നമുക്ക് ഫ്രീ ക്ലാസ് ഇടാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സബ്ജക്ട് കുറെ ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഇത് പഠിയുള്ളൂ കേട്ടോ. കാരണം ഇത് കുറെ ഫിലോസഫിക്കൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ സൈക്കോളജി നിങ്ങൾക്ക് സ്നേഹിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ഈ സബ്ജക്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. സൈക്കോളജിയുടെ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേൺഷിപ്പും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആരും പോയിട്ടൊന്നുമില്ല, എല്ലാരും ഇരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഇടയ്ക്ക് കയറുന്ന ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇസ്മായിൽക്ക് എങ്ങനെ നമ്മൾ സംസാരിക്കണം. ഇപ്പൊ ഇസ്മായിൽക്ക് ചോദിച്ചപ്പോ എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റിയില്ലേ? അതാണ് സൈക്കോളജി. നമ്മളൊരു കോളേജിൽ ഇരുന്ന് പഠിക്കണ പോലെ പഠിക്കുക നമുക്ക്. ഇതിങ്ങനെ കുറെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം ഒന്നാമത് നിങ്ങളുടെ മുഖമൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ മിണ്ടുമ്പോ എനിക്ക് സന്തോഷമാണത്. ഞാൻ കൂടുതൽ കളിക്കാത്തതാണ്, മറ്റാളുകൾക്ക് ഡിസ്റ്റർബൻസ് ആവും. അത് കാരണം ഫ്രീ ക്ലാസ് കൂടിയാണ് ഇസ്മായിൽ. ഇത് ഫ്രീ ക്ലാസ് കൂടി, ഒരു പ്രശ്നവും താല്പര്യമുള്ളവർ മാത്രമല്ല ഇവിടെ ഇരിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ലെഫ്റ്റ് അടിച്ച് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഇപ്പൊ സെക്കൻഡ് ഇയർ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു സബ്ജക്ട് എനിക്ക് കുറെ ഡിസ്കഷൻ ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ക്ലാസ് മാത്രം വേണ്ടവർക്കാണെങ്കിൽ പ്രീവിയസ് റെക്കോർഡിംഗ് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. പ്രീവിയസ് റെക്കോർഡിംഗ് ഉണ്ട് ഈ ക്ലാസ്സിന്റെ മൊത്തം. അല്ല, ഒരു വിഷയം കൂടുതലൊക്കെ സംസാരിച്ച് കുറെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ഈ സൈക്കോളജി അതാണ്. ക്രിറ്റിസിസവും ഒക്കെ വേണം. മാം, ഇന്നലത്തെ മിനിയാത്തെ ഒന്നും റെക്കോർഡ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ക്ലാസ് എടുത്തില്ല. എന്റെ വീട്ടിലൊരു മരണം നടന്നതിനെ കൊണ്ട് ക്ലാസ് എടുത്തിട്ടില്ല. ഇന്നത്തെ ഞാൻ നാളെ ഇടാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഞാൻ ചേർന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ മാമിന്റെ ലൈവ് കാണാൻ പറ്റുന്നത്. ഞാൻ പ്രീ സ്കൂൾ ടീച്ചറാണ്. അപ്പൊ എനിക്ക് സമയം ഉണ്ടാവില്ല. വൈകുന്നേരം വന്നതിന്റെ ഈ 106 നമ്മൾ രാത്രി എടുക്കാനാണ് വിചാരിക്കുന്നത്. എല്ലാരും ഒന്ന് വീട്ടിലൊക്കെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഇനി തൊട്ട് 7 മണിക്ക് വീട്ടിൽ പോകുന്നുള്ളൂ തീരുമാനിച്ചു. ഈ ഒരു സെഷൻ ഇങ്ങനെ എടുത്തിട്ട് പോവാമെന്നാണ് തീരുമാനം. അപ്പൊ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതൊരു signing off. Bye, take care. A very warm good night. Thank you.